നമ്മൾ ആരെയും ചതിച്ച് വഞ്ചിച്ച് ജീവിക്കുന്ന ആളുകളെ കാര്യം. ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു. എന്താണെന്നറിയോ? കല്യാണം കഴിഞ്ഞ ആളാണ്. അദ്ദേഹത്തിന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനോട് സംസാരിക്കുകയാണ്. പല തവണയും പിടിച്ച് മാപ്പ് ചോദിച്ചു. അവസാനം എല്ലാം ക്ഷമിച്ചു. പിന്നീട് നോക്കുമ്പോൾ പിന്നീടും പിന്നീട് മാപ്പ് ചോദിക്കുകയാണ്. അദ്ദേഹം ന്യായീകരിക്കുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബക്കാർ ന്യായീകരിക്കുന്നത് എന്താണെന്നറിയോ? കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ഒരു വലിയ തെറ്റല്ല. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ നിയമത്തെ പോലും മാറ്റിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സ്വന്തം താല്പര്യത്തിന് വേണ്ടി, സ്വന്തം വികാരത്തിന് വേണ്ടി. സ്നേഹം എന്നുള്ളത് അത് ഒരു മനുഷ്യർക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുകയുള്ളൂ. 2-3 ആളുകളോട് നാം ഇങ്ങനെ ചാറ്റ് ചെയ്യുകയും സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അത് യഥാർത്ഥമായ സ്നേഹമാണെന്ന് ഏതൊരു ആണും ഏതൊരു പെണ്ണും കരുതി പോകരുത്. അത് ചീറ്റിംഗ് ആണ്. ടൈം പാസിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുകയാണ്. അവന്റെ വികാരം തീർക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തമ്മാടിത്തരമാണെന്ന് ഓരോ ആണുങ്ങളും ഓരോ പെണ്ണുങ്ങളും കരുതി വെക്കണം. സ്നേഹം എന്നുള്ളത് അത് ട്രൂ ആണെങ്കിൽ അത് ഒരാൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. സ്വന്തം ഭാര്യയെ വഞ്ചിച്ച് ഭാര്യയോട് ന്യായീകരിക്കുകയാണ് ഈ മനുഷ്യന്. അത് തെറ്റല്ല. കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം അങ്ങനെ ചെയ്യുന്നത് വലിയ തെറ്റൊന്നല്ല. ഈ ഭാര്യയാണെങ്കിലോ ഇത് വിഷമിച്ചിട്ട് ആകെ ടെൻഷൻ അടിച്ച് സ്വന്തം ജീവൻ ഒടുക്കാൻ പോലും പോയ ആളാണ്. അത്രക്കും വലിയ വിഷമമായിരിക്കും എല്ലാ ആളുകളോടും പറയാനിരിക്കുന്നത്. നിങ്ങൾ വഞ്ചിക്കരുത്, മുനാഫിക്കിന്റെ ലക്ഷണം കാണിക്കരുത്. നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ കരുതി നിങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്ന ഒരു ആണാകട്ടെ ഒരു പെണ്ണാകട്ടെ, അവരെ നിങ്ങൾ വഞ്ചിച്ചു പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ തീരാത്ത നഷ്ടം നിങ്ങൾക്ക് വരും. ഇപ്പൊ നിങ്ങൾ വലിയ സുഖത്തോടു കൂടി ജീവിക്കും, വഞ്ചിച്ചുകൊണ്ട് ജീവിക്കും. പക്ഷേ ഇതിനേക്കാളും ഇരട്ടി വലിയ തമ്മാടിത്തരം ചെയ്തതിനുള്ള ശിക്ഷ പടച്ചവൻ നിങ്ങളെ ഇട്ടുകലക്കും. തീരാത്ത വേദനകൾ, മുസീബത്ത് തന്ന് ഒരു ടെൻഷനും ഇല്ലാത്ത ആളാണെങ്കിൽ വലിയ ടെൻഷനുകളെ തന്ന്, നിന്റെ പാറ പോലത്തെ വലിയ മുസീബത്തുകളെ തന്ന് നിനക്ക് ആ പടച്ചവൻ നിന്നെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിന്റെ കൂടെ നിന്നെ വിശ്വസിച്ച് വന്ന ഒരു ഭാര്യയാണെങ്കിലും ഒരു ഭർത്താവാണെങ്കിലും ഒരാളെ പോലും നീ ചതിക്കാൻ നിൽക്കരുത്. അവരെ മുമ്പിൽ നീ വഷളാവാൻ നിൽക്കരുത്. പടച്ചവനോട് നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ ഒരാളെ പോലും വഞ്ചിച്ച് ജീവിക്കാൻ നീ തുനിയരുത്. നീ ഇന്ന് വഞ്ചിച്ചാൽ, നീ അവരെ ചതിച്ച് ജീവിച്ചാൽ പടച്ചവൻ അതിന് ഇരട്ടിയായി നിനക്ക് ശിക്ഷ തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാതെ, ഒരാളെ ആത്മഹത്യക്ക് പോലും തള്ളുന്ന വിധത്തിലുള്ള ടെൻഷൻ ആ മനുഷ്യനിക്ക് കൊടുക്കാതെ ജീവിക്കാൻ വേണ്ടി നീ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നിനക്ക് പടച്ചവന്റെ യഥാർത്ഥമായ സഹായം നിനക്ക് ലഭിക്കും. നിന്നെ വിശ്വസിച്ച് വന്ന ഒരു ആണാകട്ടെ ഒരു പെണ്ണാകട്ടെ ഒരാളെ നീ വഞ്ചിക്കാൻ നീ പോകരുത് കേട്ടോ. ഓക്കെ, വീണ്ടും കാണാം.